നമ്മുടെ രാജ്യത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനപ്രിയമായ ഒരു പദ്ധതിയിൽ ഒന്നാണ് PM കിസാൻ സമ്മാന നിധി പദ്ധതി. അപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ SC ചാനലിൽ എപ്പോഴും അതിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവിൽ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതായത് 24ാമത്തെ ഗഡു വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 24ാമത്തെ ഗഡു വരുന്ന മാസങ്ങളാണ് ഇപ്പോഴുള്ളത്. 24ാമത്തെ ഗഡു വന്നു തുടങ്ങിയിട്ടില്ല. 23ാമത്തെ ഗഡുവാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 23ാമത്തെ ഗഡു വന്നിട്ട് ഇപ്പോൾ 24ാമത്തെ ഗഡു വരുന്ന സമയമാണ്. അതായത് ഇപ്പോൾ ആ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24ാമത്തെ ഗഡു നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് EKYC ചെയ്യുക എന്നുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മളുടെ EKYC. അപ്പോൾ രാജ്യമെമ്പാടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ EKYC ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സൈറ്റിലും മറ്റുമൊന്നും ഇല്ലെങ്കിലും എല്ലാ കൃഷിഭവനിൽ നിന്നും, കേരളത്തിലുള്ള എല്ലാ കൃഷിഭവനിൽ നിന്നും മറ്റുള്ള ഈ പറഞ്ഞ നമ്മുടെ ആപ്പുകളിലും മറ്റും എല്ലാം ഈ EKYC സംവിധാനം ചെയ്യുവാനുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഇപ്പോൾ നമ്മുടെ കർഷകർ എല്ലാം ഈ EKYC കംപ്ലീറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ചെയ്തവർ ചെയ്യണമെന്നില്ല, ചെയ്യാത്ത ആളുകൾ ചെയ്യണം. ചെയ്തവരെന്ന് പറഞ്ഞാൽ ഈ വർഷം ചെയ്തവർ, അതായത് നേരത്തെ പണ്ട് ചെയ്ത ആളുകൾ ഈ പറഞ്ഞ പോലെ EKYC നിർബന്ധമായി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 24ാമത്തെ ഗഡു പ്രോസസ്സ് ചെയ്യുമ്പോൾ തടസ്സമൊന്നും കൂടാതെ കണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 23ാമത്തെ ഗഡു വരാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുവാനും ഒക്കെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ PM കിസാൻ്റെ സൈറ്റിൽ നമുക്കറിയാം അതിൻ്റെ കോർണറിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും മിക്കവാറും അത് വർക്ക് ചെയ്യുകയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ ഈ പറഞ്ഞ പോലെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, അതായത് ഈ സ്റ്റാറ്റിക് IP ഉള്ള സെൻറ്ററുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ PM കിസാനെ പോലുള്ള സെൻസിറ്റീവായിട്ടുള്ള സൈറ്റുകളിൽ പെട്ടെന്ന് കയറി ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാൻ സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന ഭാരത് സർക്കാർ സംരംഭമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെൻറ്ററുകൾക്ക് ആണ് ഈ പറഞ്ഞ PM കിസാൻ്റെ ഔദ്യോഗികമായി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഏജൻസി. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അപ്പോൾ ഈ ഫാർമേഴ്സ് കൃത്യമായിട്ട് EKYC ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ കർഷക രജിസ്ട്രേഷൻ, അതായത് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ. അപ്പോൾ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ നിർബന്ധമായി ചെയ്യണം. അതുപോലെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷനെ കതിര ID എന്ന് പറയുന്നത്. ഈ കതിര ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈ കതിര ID. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ, അതായത് ഈ കൃഷി സംബന്ധമായിട്ടുള്ള സഹായങ്ങളും മറ്റും ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കർഷക ID പുറമെ ഈ കതിര ID നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ചെയ്യാത്ത ആളുകൾ 24ാമത്തെ ഗഡുവിൻ്റെ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ, അത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഈ കർഷക ID നിർബന്ധമായിട്ട് ചെയ്യണം, അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ. ഇനി മുതൽ ആ ID ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ പോലെ PM കിസാൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട്, അതായത് 30-31 സാമ്പത്തിക വർഷത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ പദ്ധതി ഇനിയും വരുന്ന 5 വർഷം കൂടി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള, അതായത് വർഷം നമുക്ക് 2000 രൂപ വെച്ച് 3 ഇൻസ്റ്റാൾമെൻ്റായിട്ട് 6000 രൂപ ലഭിക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ പോലെ PM കിസാൻ സമ്മാന നിധി പദ്ധതി. അപ്പോൾ ആ പദ്ധതിയിൽ ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷ ചേരുന്നതിനെക്കുറിച്ചും മറ്റും ഒക്കെ ഞാൻ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മുടെ SC ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ PM സമ്മാൻ നിധിയെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ലൈവിൽ വന്നപ്പോൾ 2-3 കൂട്ടങ്ങൾ കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ 24ാമത്തെ ഗഡു വന്നു എന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ 24ാമത്തെ ഗഡു വരുന്നതിൻ്റെ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിങ് മുതൽ തന്നെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ഒരുപാട് രാജ്യത്ത് നമുക്കറിയാം കോടിക്കണക്കിന് കർഷകരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിരന്തരം ഈ വീഡിയോ വരുമ്പോൾ അവർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും നമ്മുടെ ചാനലിൽ കമൻറ്റിൽ ചോദിക്കുകയും നമ്മുടെ സെൻറ്ററിൽ എത്തുകയും അതോടൊപ്പം തന്നെ അവർക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുവാനും സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ വീഡിയോ പ്രത്യേകിച്ച് PM കിസാൻ്റെ ഇങ്ങനെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ലൈവിൽ വന്നപ്പോൾ കുറച്ച് ആളുകളെങ്കിലും 24ാമത്തെ ഗഡുവിനെ കുറിച്ചിട്ട് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നോക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളുടെ അറിവിലേക്ക് ചെയ്യുന്നത്. 23ാമത്തെ ഗഡുവാണ് ലാസ്റ്റ് നമുക്ക് വന്നത്. 24ാമത്തെ ഗഡുവിൻ്റെ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കും. ആ പ്രോസസ്സിങ്ങിൽ നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നവരായെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പറഞ്ഞ പോലെ ആധാർ സീഡ് ചെയ്യണം, അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് നടത്തണം, ഈ പറഞ്ഞ പോലെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ചെയ്യണം തുടങ്ങിയ ഈ കാര്യങ്ങളെല്ലാം. അതിന് പുറമെ KYC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഗ്യാസ് മസ്റ്ററിങ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ്റെ മസ്റ്ററിങ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ പറഞ്ഞ പോലെ KYC മസ്റ്ററിങ്. അത് നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ വെറും 5 മിനിറ്റ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് മാത്രം മതി ഇതിന് നമുക്ക് പ്രോസസ്സ് ചെയ്യുവാൻ വേണ്ടി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ആധാർ ഈ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തായിരിക്കണം. ആ ഫോൺ നമ്പറും കൂടെ കൊണ്ടുവന്ന് ആളും നേരിട്ട് വന്നാൽ നമ്മുടെ സെൻറ്ററിൽ നിന്ന് നിരവധി അപേക്ഷകൾ നമ്മൾ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ KYC ചെയ്യുവാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അതിന് ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ കർഷക സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.